ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. ഡിസംബർ 21-ാം തീയതി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ ക്രോസ് റേസിംഗ് ഇവന്റ് ആണ് ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും മനോഹരമാക്കിയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഈ ഒരു ഗ്രൗണ്ട് കോഴിക്കോട് കോർപ്പറേഷനും അതുപോലെ തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകും. നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം, ഇത് ഓരോ ഘട്ടമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അല്ലേ. തീർച്ചയായിട്ടും ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയും മണ്ണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, റേസ് ട്രാക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാകുമ്പോഴും നമ്മളൊരു 25 ലക്ഷം രൂപ KFAക്ക് കെട്ടിവെക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഗ്രൗണ്ടിൽ എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും അത് ശരിയാക്കി തരേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അത് റെഡിയാക്കി തരുന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ട് മുഴുവനായിട്ട് കാണണം. ഇതിൻ്റെ ഒരു ഭാഗത്ത് പോലും ഒരു ഡാമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ആദ്യം കൊടുക്കേണ്ടത് വെള്ളമായിരുന്നു, അത് നമ്മൾ പൂർണ്ണമായിട്ടും കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലെവലിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നീട് ഫെർട്ടിലൈസേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നെ നമ്മൾ സാൻഡ് കൊണ്ടുവന്നിട്ട് ലെവലിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിമ്മിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനൊരു പ്രോസസ്സ് വളരെ പ്രൊഫഷണലായിട്ട് ഇന്നിപ്പോൾ ചെന്നൈ ഗ്രൗണ്ടും അതുപോലെ ചെന്നൈയിലും അതുപോലെ ട്രിവാൻഡ്രത്തൊക്കെ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന വർഷങ്ങളോളം പരിചയമായിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ടീമിനാണ് ഈ ഗ്രൗണ്ടിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിലവിൽ ഇവരാണ് പല ഇൻ്റർനാഷണൽ ഇവൻറ്റുകളിലും ഗ്രൗണ്ട് മെയിൻ്റെനൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന ടീമിനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ടീം വളരെ പ്രൊഫഷണലായി ചെയ്യുന്നുള്ള 100% വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ നമുക്ക് വേണ്ടിയിരുന്നത് വിശ്വാസമായിരുന്നു, മാത്രമല്ല പേഷ്യൻസ് ആയിരുന്നു. അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചുറ്റുമുള്ളവർ പലപ്പോഴും പരിഭ്രാന്തരായി. എന്ത് തന്നെ ആയാലും അതിനൊക്കെ ഇന്ന് ഒരു അവസാനം ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം നിന്നിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇങ്ങനെ ഒരു വ്ളോഗ് തന്നെ ചെയ്യാൻ കാരണം. റേസിന് പോലും നല്ലൊരു വ്ളോഗ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഇവൻറ്റിന് എനിക്ക് വ്ളോഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സന്തോഷം കൊണ്ട് മാത്രമല്ല, ഒരുപാട് ആളുകളോട് ഗ്രേറ്റ്ഫുള്ളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ്. അവർ ഇന്ന് നമ്മൾ വിശ്വസിച്ച് കേരളത്തിലേക്ക് വന്നതിനാണ് ആദ്യം തന്നെ നന്ദി പറയേണ്ടത്. പിന്നെ കേരളത്തിലെ ഇവിടുത്തെ ഒരു ഇവൻ്റൊക്കെ നടക്കാമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറും ഇവിടുത്തെ പല പ്രയാസങ്ങളൊക്കെ അവർ കണ്ടു ഞെട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ട, ഇത് ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും മിനിമലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ റേസ് നടക്കുമെന്നുള്ളൊരു ഒറ്റ വാക്കേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏതറ്റം വരെ നമ്മൾ പോകാൻ തയ്യാറാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കരുത്. ഇത് മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നടത്തുകയാണെങ്കിൽ നിസാരമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. പക്ഷേ കേരളത്തിൽ നടത്തുന്ന സമയത്ത് അതിൻ്റെതായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഇതൊക്കെ നടത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മൾ പിന്നിലുണ്ട്. ഇതൊക്കെ നടത്തി നേടിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ ടീമിനുണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു വാക്ക് കൊടുത്തു, അത് നമുക്ക് ചെയ്ത് കാണിക്കാനും പറ്റി. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിന്നിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗിൻ്റെ എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ കോഴിക്കോട് കോർപ്പറേഷനിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ പലരും ഈ ഒരു റേസിംഗ് ഇവൻറ്റ് കേരളത്തിലേക്ക് വരണം, ലോക ഭൂപടത്തിൽ കേരളത്തിന് കോഴിക്കോടിന് ഒരു സ്ഥാനം ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ഓരോരുത്തരുടെ പേരുകളിലേക്ക് ഇപ്പോൾ പോകാമെന്ന് പറയുമ്പോൾ അതൊരു വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഇതുപോലത്തെ ഒരു ഇവൻ്റ് ഇന്ന് കോഴിക്കോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് കേരള അല്ലെങ്കിൽ കോഴിക്കോട് സ്പോർട്സ് കൗൺസിലുള്ളതുകൊണ്ടാണ്. മിസ്റ്റർ P. നിഖിൽ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട്. ഒരു സ്പോർട്ട്, ഒരു അഡ്വഞ്ചർ സ്പോർട്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം ഇന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് കോഴിക്കോട് ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ നടത്തിയ റേസ് എന്നുണ്ടെങ്കിൽ, അതിന് ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് സ്പോർട്സ് കൗൺസിലാണ്. സ്പോർട്സ് കൗൺസിൽ P. നിഖിലാണ്. നിഖിലേട്ടൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ റേസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഒരുപാട് പ്രയാസങ്ങൾ അതിനിടയിലൊക്കെ ഉണ്ടായെങ്കിൽ കൂടെ അത് നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ, ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. സത്യത്തിൽ അത് വിട്ടു തരുന്ന സമയത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് അവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഡാമേജുകൾ പറ്റിയാൽ അത് പൂർണ്ണ രീതിയിലേക്ക് ആക്കേണ്ട 100% അതിന് പിന്നിലൊക്കെ വർക്ക് ചെയ്യേണ്ട ആളുകൾ അവർ തന്നെയാണ്. നമ്മളൊരു 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തെങ്കിൽ കൂടെ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ട്രസ്റ്റ് ചെയ്ത് ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തതിൽ റിയലി താങ്ക്ഫുൾ ടു കേരള ഫുട്ബോൾ അസോസിയേഷൻ.
ബിക്കോസ് നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ കാലിക്കറ്റ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് കോഴിക്കോടുള്ള മറ്റ് എൻ്റെ സുഹൃത്തുക്കളോടായിട്ടുള്ള എൻ്റെ വാലിഡോസിലും അതുപോലെ കോഴിക്കോടുള്ള ഫ്രണ്ട്സിനോടാണ്. ബിക്കോസ് കഴിഞ്ഞ നമ്മൾ ആദ്യം റേസിന് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് റേസിന് മുന്നേയുള്ള റാലിയാണ്. നമ്മൾ സൂപ്പർ സൺഡേ റാലി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നമ്മൾ റേസിനോടനുബന്ധിച്ചിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ഒരു ഇവൻ്റാണ് ശരിക്കും. അതൊരു കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കാർ ഡ്രൈവേഴ്സ്, അതായത് ആ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ട് അവരെല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കോഴിക്കോടിൻ്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ നമ്മൾ റൈഡൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡ്രൈവിലാണ് ഈ ഒരു റേസ് ഇവൻ്റ് ജനഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ എത്തിപ്പോകണം. കാരണം അത്രയും സൂപ്പർ കാർസും വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ പല വീഡിയോകളാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് ചെറിയൊരു കളിയല്ല, അടുത്ത ആഴ്ചത്തെ റേസ് ഇവൻ്റ് എന്നുള്ളത് ബോധ്യപ്പെടുന്നത് ഈ ഒരു റാലിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല റേസുകൾ കോഴിക്കോട് മാത്രമല്ല കൊച്ചിയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഒക്കെ നമ്മൾ വെക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർ സൺഡേ റാലി. സൂപ്പർ സൺഡേ റാലിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഒന്ന് നമ്മൾ നെറ്റ്വർക്കിലുള്ള എല്ലാ ആളുകളും നമ്മൾ വിളിക്കുമ്പോൾ ടു ഷോ ദാറ്റ് ലവ് ടുവേർഡ്സ് മോട്ടോർ സ്പോർട്സ്, അതുകൊണ്ട് അവരെല്ലാവരും വരും. ഓൺ ദ അതർ സൈഡ് ഈ ഒരു വരുന്ന സമയത്ത് ഈ വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും. ആൻഡ് ദിസ് വിൽ ബിക്കം ഒരു വൈറൽ കോണ്ടന്റ് ആവും ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രയും വണ്ടികൾ എല്ലാവരുടെ കയ്യിലും വണ്ടിയുണ്ട്. ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ കിട്ടണം. അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിക്കും കൂടെ ചെയ്യുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ വിളിച്ചാൽ വരണം. അപ്പോൾ ആ ഒരു വണ്ടിയേറ്റ് അല്ലെങ്കിൽ ആ ഒരു മെഷീനേറ്റ് ആ ഒരു വെഹിക്കിളേറ്റ് വന്നിട്ടുള്ള എല്ലാവരോടും ഒരുപാട് നന്ദി. ഈ സൂപ്പർ സൺഡേ റാലികൾ ശരിക്കും പറഞ്ഞാൽ 2013 റേസ് മുതൽ 2014, 2015, 2020, 2023, 2024 കൊച്ചിയിലെ റേസിൻ്റെ സൂപ്പർ സൺഡേ റാലി വരെ ഒട്ടനവധി റേസ്, അതായത് അന്നത്തെ കാലം ഇന്നത്തെ കാലം വരെ ഈ ഒരു സൂപ്പർ സൺഡേ റാലി എന്ന് പറയുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ളത് മിസ്റ്റർ ഷിയാസ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഷിയാസിൻ്റെ ഒരു ഫോൺ കോളിലാണ് പലപ്പോഴും കേരളത്തിൻ്റെ അങ്ങോളങ്ങോളമുള്ള സൂപ്പർ കാറുകൾ ഈ ഒരു സൂപ്പർ സൺഡേ വാൻഡോസിൻ്റെ സൂപ്പർ സൺഡേ റാലിക്ക് നിരയായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള റോഡ്വേസ് ബിക്കെയിം ദ പാർട്ട്ണർ ഫോർ ദാറ്റ് ഇവൻറ്റ്. നമ്മൾ ആ ഒരു സൂപ്പർ സൺഡേ റാലിയുടെ പാർട്ട്ണറായിരുന്നു. അതോടൊപ്പം തന്നെ സൗബിൻക കെയിം ഓൾ ദ വേ ഫ്രം കൊച്ചി. ഈ ഒരു സൂപ്പർ സൺഡേ റാലിക്ക് റേസിനെ കംപ്ലീറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗബിൻക കെയിം ഫ്രം കൊച്ചിൻ. അവിടുന്ന് ഇവിടെ വരെ സൗബിൻക എക്സം ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ നമ്മളെ ഈ ഒരു ഡ്രൈവിൽ ഫ്ലാഗ് ഓഫ് ചെയ്യാനും അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ഡ്രൈവ് ഫിനിഷ് ചെയ്യുന്നവരെ ഉണ്ടായി അവിടെ ഗ്യാദർ ചെയ്ത് അവിടുന്ന് സ്റ്റേജിൽ 2 വാക്കൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് സൗബിൻക സംസാരിക്കുകയും ചെയ്തു. പണ്ട് നമ്മൾ ബൈക്ക് ഓടിച്ചെടുക്കുമ്പോൾ പറയും ബൈക്ക് ഓടിച്ചെടുത്താൽ ഒരു പണിയെടുക്കണ്ട, ഇപ്പോൾ അതല്ല, ബൈക്ക് ഓടിച്ചെടുത്താൽ ഒരു പണിയുണ്ട്. കംപ്ലീറ്റ് ഒരു റേസ് കേരളത്തിലേക്ക് ഇത് വന്നതിൻ്റെ ആഹ്ലാദം ഒരു മോട്ടോർ സ്പോർട്സ് എന്തൂസിയാസ്റ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സൗബിൻകയിൽ കാണാൻ സാധിച്ച്. ഓൺലി ബിക്കോസ് ഓഫ് ദ പ്യുവർ പാഷൻ സൗബിൻക കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് വിത്ത് അസ് കംപ്ലീറ്റ് പരിപാടി തീരുന്നവരെ കംപ്ലീറ്റ് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ള സൗബിൻക. ആൻഡ് ഹാനിക, യെസ്, കോഴിക്കോട്ടുകാരനാണ് ഹാനിക. നമ്മൾ പഴയ റേസുകളിലൊക്കെ നമ്മൾ ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ഹാനിക ഓൾസോ ബിക്കെയിം വൺ ഓഫ് ദ ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു ഭാഗമാവാൻ ഹാനിക്ക ഉണ്ടായി. ഗ്രാൻഡ് സക്സസ് ആയിട്ടുള്ള ഒരു സൂപ്പർ സൺഡേ റാലി ആയിരുന്നു ഇത്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് താങ്ക്ഫുൾ ടു ദ ഹോൾ ടീം. പിന്നെ ഇവിടെ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ അതായത് ഈ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. മോട്ടോർ വാഗൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റോഡ്വേ ആസ് ദേ ബിക്കെയിം ദ പാർട്ട്ണർ സ്പോൺസർ ആയിരുന്നു. പിന്നെ ഒരുപാട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് എല്ലാവരും പേരെടുത്ത് പറയാമെന്ന് പറയുമ്പോൾ വളരെ ദീർഘമുള്ള ഒരു വീഡിയോ ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കാണ്. എനിവേ സൂപ്പർ സൺഡേ റാലിയിൽ വന്നിട്ടുള്ള എല്ലാവരോടും താങ്ക് യു സോ മച്ച്. കമ്മിങ് ബാക്ക് ടു ദിസ് റേസ് ഇവൻറ്റ്, നമ്മൾ റേസിന് ഒരുപാട് പ്രയാസങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടലുകളെ കൊണ്ടൊക്കെ നമുക്ക് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. സോ ബിഗ് താങ്ക്സ് ടു കേരള പോലീസ്, പ്രത്യേകിച്ച് നമ്മളെ കമ്മീഷണറും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണറും ഇവിടുത്തെ കലക്ടറും മിനിസ്റ്റേഴ്സും എല്ലാവരും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പല കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടാണ് ഇത് ഗംഭീരമായിട്ടുള്ള
ഒരു റേസിംഗ് ഇവൻറ്റ് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇന്ന് വളരെ 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 ദിവസങ്ങൾക്ക് ശേഷം വി ആർ ഗിവിംഗ് ബാക്ക് ദ സ്റ്റേഡിയം ടു കേരള ഫുട്ബോൾ അസോസിയേഷൻ ആസ് വെൽ ആസ് ഫോർ ദ EMS കോർപ്പറേഷൻ. നമ്മളെ സ്റ്റേഡിയത്തിനും കോർപ്പറേഷനും കൂടെ തിരിച്ചു കൊടുക്കുകയാണ്. ഇതിൽ എനിക്ക് ശരിക്കും എടുത്ത് നന്ദി പറയേണ്ട ആളുകളെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സാണ്. നമ്മൾ റേസ് തുടങ്ങിയ മുതൽ നമ്മൾ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളാണ് അല്ലേ. നിങ്ങൾക്കറിയാം, റേസിൻ്റെ സമയത്ത് തന്നെ പലർക്ക് കയറാൻ പറ്റാത്ത പ്രശ്നം, പിന്നീട് അത് റീഫണ്ട് കൊടുക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിന് ശേഷം പിന്നെ ഇവിടെ ഗ്രൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, ഈ സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏത് തരത്തിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ അതിനൊക്കെ എനിക്ക് ഡയറക്റ്റ് ഒരു ഉത്തരം കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഇവൻറ്റിന് പരിപൂർണമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലും കോഴിക്കോടും ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ, ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. ആ ആളുകളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ബിക്കോസ് വിത്തൗട്ട് യു ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അഗെയിൻ. നിങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് വീണ്ടും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം, അതായത് റേസ് അനൗൺസ് ചെയ്ത മുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ റേസിന് വേണ്ടിയിട്ട്, പിന്നെ റേസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന പ്രയാസത്തിലും പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷവും ഇത് കേരളത്തിലേക്ക് ഇതുപോലത്തെ റേസിംഗ് ഇവൻറ്റുകൾ, അല്ലെങ്കിൽ വേറെ വലിയ റേസിംഗ് ഇവൻറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിനൊരു ഊർജ്ജം പകരുക എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങളത് സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടാവണം. ഫോർ us to give some fuel. നമുക്ക് എപ്പോഴും ഒരു ഊർജ്ജം പകരുന്നത് നിങ്ങളെപ്പോലത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആ ഒരു സപ്പോർട്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ്. Once again, thank you everyone for trusting us.